ഹായ്, അപ്പൊ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നൊരു വെറൈറ്റി ചലഞ്ചാണ്. ടെൻഷനുണ്ട്, ഭയങ്കര ടെൻഷനാണ്. അതായത് എക്സാം ചലഞ്ച്. 10 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അശ്വതി ഫസ്റ്റ് വാങ്ങുന്നതാണ് എൻ്റെ ഒരു ഇത്. ഒന്നും അറിയില്ല ഗൈസ്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒന്ന് ഞങ്ങൾ 2 പേരേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ബിസിയാണ്. അപ്പൊ ഞങ്ങൾ 2 പേര് വെച്ചിട്ട് ഒരു ചലഞ്ച് ചെയ്യാണ്. കുറച്ച് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ നോക്കി വെക്കാമായിരുന്നു. പഠിച്ചു വരാനില്ലേ? ഏത് ക്വസ്റ്റ്യനാന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല ഗൈസ്. ഫസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ വയ്ക്കാം. അങ്ങനെ ഒന്ന് നീ അങ്ങനെ വായിച്ചു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഏത് നദിയിലാണ് കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഏത് ജില്ലയിലാന്ന് മതിയോ? ജില്ല പറ്റൂല, നദിയല്ലേ ചോദിച്ചത്. നദി ഏതൊക്കെ നദി ഉണ്ടായിരുന്നു? സംഭവം ഈ കുറുവാദ്വീപ് വയനാട്ടിലല്ലേ? വയനാടാണ്. വയനാട്ടിൽ നദി നമ്മൾ പോയതല്ലേ ആ ഇതില്? വയനാട്ടിൽ നദി ഉണ്ടാവോ? വയനാട്ടിൽ നദി ഉണ്ടോന്നല്ല, അത് ഏത് ഇതാണെന്ന് ഒഴുകി വരുന്ന നദി. ഏതൊരു നദിയുടെ പേരായിട്ട് ഇരിക്കും. വയനാട്ടിൽ നദി ഉണ്ടോ? വയനാട്ടിൽ നദി വേണമല്ല, അത് എഴുന്നോ വരുന്ന നദിയാ. വെള്ള ആരെ ക്വസ്റ്റ്യൻ യൂട്യൂബാണ് ഉണ്ടാക്കിയത്. എന്തൊരു പുഴനും പേര് കിട്ടില്ല. പോരൂർ പുഴ, ഭാരതപ്പുഴ, പെരിയ, കബനി, കുന്തിപ്പുഴ, പിന്നെന്താ നമുക്ക് കുറെ നദിയുടെ പേരൊക്കെ. ഏതായിരിക്കാം? കേരളത്തിലുള്ള അല്ല ഗംഗ. ഞാൻ 1-2 ഗീതിക്കോ. ഞാന് അറിയൂല ഗൈസ്, ഞാൻ എന്തെങ്കിലും എഴുതട്ടെ. ഇനി എത്ര നദി ഉണ്ട് കേരളത്തിലാകെ? 44, 46, 44 44. എനിക്കറിയില്ല. അടുത്ത വയ്ക്കാം. ഇതോ? ഓ, മനുഷ്യനിൽ ഫസ്റ്റ് ഉണ്ടാകുന്ന ഓർഗൻസ്, അവയവം. ഏതൊക്കെ അവയവമുണ്ട്? എല്ലാ അവയവം മനുഷ്യനിലും ഉണ്ടാവില്ല. ഫസ്റ്റ് ഉണ്ടാകുന്ന ഒരു കുട്ടി ജനിച്ചിട്ട് ഫസ്റ്റ് ഓർഗൻ ആണ് ജനിച്ചിട്ടുണ്ടാവും. എനിക്ക് എന്തെങ്കിലുമൊക്കെ എഴുതിക്കോ. കണ്ണുണ്ടാവില്ലല്ലോ. ഉണ്ടാവും. അല്ല, ഫസ്റ്റ് ഉണ്ടാവില്ലല്ലോ കണ്ണ്. അറിയാം ഗൈസ്. ഇല്ല ഫസ്റ്റ് ആർക്കും ഉണ്ടാവില്ല. നമുക്ക് ഉണ്ടായതല്ലോ, ഇപ്പോഴല്ലേ ഉണ്ടായത്. അടുത്തെന്താ? കേരളത്തിന്റെ തലസ്ഥാനം. അതറിയാത്തവരാണ്. കേരളത്തിൽ എത്ര ജില്ല ഉണ്ട്? ഉണ്ടല്ലേ ഗൈസ്, അറിയാലോ ഗൈസ്. അതറിയില്ലെങ്കിൽ നമ്മളെ ചവിട്ടി പുറത്തു. അതന്നെ. പിന്നെ മറ്റേ ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പഴം. ചക്ക. ചക്കയാ? എനിക്കറിയില്ലേ. ചക്ക പഴത്ത് വരൂ. ചക്ക പഴമാണ്. പഴം ചക്ക പഴമാണ്. ജാക്ക് ഫ്രൂട്ട് ഇതില് വരുമോന്നല്ല കേട്ടോ പറഞ്ഞത്. അതാ പറഞ്ഞത്. സോറി, ഞാൻ ചക്ക പഴം. ഓക്കെ, ഇനി അടുത്ത് പറഞ്ഞു. ചക്ക, മാങ്ങ. ഇജ്ജ് പറഞ്ഞതാ. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയില്ല. ഇതൊക്കെ സിമ്പിൾ, വേഗം എഴുതാ. ഗൈസ്, ഓള് എഴുതോ കണ്ടെത്തി വരിക. അല്ലേ ഞാൻ എന്തോ 2 പഴങ്ങൾ, ഏതിന്റെ ഒന്നും പേര് എഴുതിക്കോ. അടുത്ത വായിക്കേ. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം. മരം. അതല്ല ഉദ്ദേശിച്ചത്. അതൊക്കെയറിയാം ഗൈസ്. അതറിയാത്തവരാരുമില്ല. പുഷ്പം. ഞാൻ പറയട്ടെ അടുത്ത്. പുഷ്പം. എന്ത് പുഷ്പം? ഔദ്യോഗിക പുഷ്പം കേരളത്തിന്റെ. താമരയാണ്. താമര പറയല്ലേ. താമരയൊന്നല്ല. എനിക്കറിയാം, ഞാൻ എന്നെ പറ്റിച്ച. നോക്കാം. ഔദ്യോഗിക അതൊന്നും പറ്റില്ലേ. കറക്റ്റ് ആണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ തെറ്റാണ്. അക്ഷരത്തെറ്റ് നല്ലോണം ഉണ്ടാവും. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ തെറ്റാണ് കേട്ടോ ഗൈസ്. അടുത്തത് മൃഗം. ഔദ്യോഗിക മൃഗം.
കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം സിംഗം. ഒന്നും അറിയില്ല ഗൈസ്. കേരളത്തിൽ എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഞാൻ പോയാണല്ലോ ഇവിടെ. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണാ? ഞാൻ പോയത് എനിക്കറിയാം മോളെ. ഞാനും പോയതാന്ന് തോന്നുന്നു. ഗാന്ധിജിയുടെ full name. അതൊക്കെ തെറ്റിച്ച ആലോചിച്ചിട്ട് തെറ്റടി. അതല്ല അതെന്റെ അച്ഛനായിരുന്നു. ഒന്നില്ല. ഈശ്വര. അയ്യോ അത് അച്ഛനാ തോന്നുന്നുണ്ട്. അച്ഛനായാലും അമ്മയായാലും ഞാനേ ഇരിക്കുന്നു. 10 ശരി വാങ്ങുന്നവർക്ക് പ്രൈസ് ഉണ്ട്. അയ്യന്നെ. അടുത്ത ക്വസ്റ്റ്യൻ. മൻമോഹൻ സിംഗ് എത്ര പ്രാവശ്യം പ്രധാനമന്ത്രി ആയിട്ടുണ്ട്? ജഗ്ഗു ലഘു എന്നിട്ട് ജഗ്ഗു ലഘു ഈ ഗൈസ് ഇവളെന്തോ മന്ത്രമൊക്കെ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള മന്ത്രം ചെല്ലാൻ തോന്നുന്നത്. മൻമോഹൻ സിംഗ് എത്ര പ്രാവശ്യം? ഒരു കോഡ് ഉണ്ട് ഡി. അതാ എനിക്കറിയില്ല കേട്ടോ. ഒരു കോഡ് ഉണ്ട് പണ്ട് പഠിച്ചത്. ജഗ്ഗു ലഘു ഇമോച്ച. ഭയങ്കര PSC പഠിത്തക്കാരി. അതാ ജോലി കിട്ടിയിരിക്കുന്നത്. അതിനാണോ ഞാൻ ആലോചിക്കല്ലേ. പഠിത്ത് മച്ചല്ലേ. അപ്പം നമ്മൾ പത്രമൊക്കെ വായിക്കേണ്ടി വരും. പത്രം വായിക്കാത്തത് കൊണ്ട് തോന്നുന്നു തെറ്റാണല്ലോ മിസ്. എന്റെ കോമഡി ചെയ്ത് എന്റെ കോമഡി അല്ല ഞാൻ എഴുതി കഴിഞ്ഞു. എഴുതി കഴിഞ്ഞോ? അടുത്തൊന്ന് ആലോചിക്കട്ടെ. 10 ഉണ്ടോ? ഉണ്ടോ? ഇല്ല 10 ദിവസം. ഫസ്റ്റ് നമുക്ക് അശ്വതിന്റെ നോക്കാം. ഫസ്റ്റ് അശ്വതിന്റെ നോക്കാം. ഉത്തരം എവിടെ? ഉത്തരം എടുക്കണ്ടേ? ഗൂഗിളല്ലേ അല്ല. ഇങ്ങനെ നമുക്ക് ഓരോന്ന് അടിച്ചു നോക്കണ്ടില്ലേ? അതെ. ഫസ്റ്റിൻ്റെതാ? ഫസ്റ്റിന്റെ വേണ്ട. നമുക്ക് ഗൂഗിൾ ചെയ്യാം. ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? കുറുവ ദ്വീപ് ഏത് നദിയല്ലേ? പക്ഷേ ജില്ല അതല്ലല്ലോ. ഏത് ജില്ലയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ജില്ലയല്ല, നദിയാണ് ചോദിച്ചത്. അപ്പൊ ഓളെ ഏതാണ്? പെരിയാറിലാ പോലും സ്ഥിതി ചെയ്യുന്നത്. എനിക്കറിയില്ല. ഇത് ഓള് പറഞ്ഞ ക്വസ്റ്റ്യൻ ആട്ടത്. തെറ്റ്. അപ്പൊ ആൻസർ ആണ് കബനി. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ തെറ്റാണേ. എടുത്തോ. അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യനിൽ ഫസ്റ്റ് ഉണ്ടാകുന്ന ഓർഗൻ. ഫസ്റ്റ് ഓർഗൻ അതെന്റെ ഇതല്ലേ? എനിക്കറിയാം. ഏതാ? അല്ല എനിക്കറിയില്ല. ശരിയാ? നോക്കട്ടെ. ഹാർട്ടാണ്. ഹാർട്ട്. കേരളത്തിന്റെ തലസ്ഥാനം അത് നമുക്ക് നോക്കണോ? ഗൂഗിൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഗൈസ് അശ്വതി എഴുതിയതാണ്. കാസർഗോഡ്. സ്പെല്ലിംഗ് ശരിയല്ല. തൽക്കാലം ടിക്കറ്റ് വയ്ക്കാം. നേരത്തെ ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പഴം. അതൊരു ഡൗട്ട് ഉണ്ട്. ചക്കയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. മാങ്ങ ചക്ക. ചക്ക ആവാനാണ് ചാൻസ്. ഞാൻ വാങ്ങാനായി. ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പഴം. മാംഗോ. മാങ്ങ. അവള് കറക്കി കുത്തിയ ഉറപ്പാ. ഇത് കറക്കിയാണോ കുത്തിയാണോ നോക്കണ്ട. ഇത് ഔദ്യോഗിക വൃക്ഷം. അതേതാ അശ്വതിയ? നീ എന്താടി പ്ലാവ് നോക്കിയത്? തെങ്ങാണ്. തെങ്ങാണ്. ഓളൊക്കെ എഴുതിയാ നോക്കി പഠിച്ചു വന്നതാണ്. ഔദ്യോഗിക പുഷ്പം ഏതാണ് കേരളത്തിന്റെ? നോക്കണം. അത് നോക്കേണ്ട ആവശ്യമല്ല. എനിക്കൊന്നാണ് അല്ലേ? മൃഗം. കടുവാന്ന് എഴുതിയത്. അയ്യടാ ഞാൻ ആനയാണ് എഴുതി. അപ്പൊ എന്റെ ഒക്കെ ശരിയാണേ. അയ്യോ ഒന്ന് തെറ്റുണ്ട് ഗൈസ്. ഞാൻ കണ്ടുപിടിച്ചു.
എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് അത് വയനാട്. കാരണം ഞങ്ങളെ തൊട്ട ജില്ലയല്ലേ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ഗാന്ധിജിയുടെ ഫുൾ നെയിം അത് തന്നെയല്ലേ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. യെസ്, കറക്റ്റ്. മൻമോഹൻ സിംഗ് എത്ര പ്രാവശ്യം പ്രധാനമന്ത്രി ആയിട്ടുണ്ട്? ജഗു ലഘു ഇമോച്ച ഇരാ വിജന അതേ ഈ അമ്മമോന. ഇതെന്താ ഇതൊക്കെ എങ്ങനെ പഠിച്ചേടി? ഏതോ കാലം പഠിച്ചത് രണ്ടാ അതിന്റെ ആണ്. ഗൈസ്, അശ്വതിക്ക് 10ൽ 9. ഗൈസ്, ഇനി അതിലയുടെ മാർക്ക് നമുക്ക് നോക്കാം. ഗൈസ്, കുറേ തെറ്റുണ്ട് ഗൈസ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ തെറ്റാണ് ഗൈസ്. എടുത്തോളൂ. സത്യം പറഞ്ഞേക്ക് മലയാളം എടുത്തോ. ഫസ്റ്റ് എന്താ? ഏത് നദിയിലാണ് കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയിലാണ്? സ്പെല്ലിംഗ് എടുക്ക് ഗൈസ്. നമ്മൾ ആദ്യം പറഞ്ഞോ സ്പെല്ലിംഗ് ഒക്കെ നോക്കുന്നത്. കുറുവാദ്വീപ് കബനിയാണോ കബിനിയാണോ? എന്താ വേറെന്തിലും തപ്പ്? കബനിയല്ലേ? കബനി എന്ന് പറയൂ. ഞാൻ പഠിച്ച കബനി കമ്പനി എഴുതിച്ച്. കുറുവാദേവിന്റെ ഒന്നും കാണാൻ നോക്കട്ടെ. കബനി എന്തിയാടി? കബനി എങ്ങനെ എഴുതുക? നോക്കാം. കമ്പനി കബിനി ഇതുണ്ട്. കബനി അറിയില്ലല്ലോ. ചുരുക്കിട്ടാ പോലെടി. ചുരുക്കൊന്നും അതാ കബനി. നീ അടിച്ചപ്പോ വന്നടിയായില്ലേ? ചുരുക്കിടാൻ മറന്നു ഗൈസ്. അപ്പോൾ തെറ്റാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഒരു മാർക്ക് കുറഞ്ഞിരിക്കുന്നു. അടുത്തത് മനുഷ്യൽ ഫസ്റ്റ് ഉണ്ടാകുന്ന ഓർഗൻ ഹൃദയം. ശരി. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം. ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പഴം മാങ്ങ. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ്. പുഷ്പം കണിക്കൊന്ന. മൃഗം ആന. ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് വയനാട്. ശരി. മോഹനൻദാസ്. നീ മോഹനൻദാസ് ഇതോ മോഹൻദാസ്. സ്പെല്ലിംഗ് ഒന്നുകൂടി നോക്കേണ്ടതായിട്ട് വരുന്നു. മോഹനൻദാസ്. മോഹൻദാസ് ആണ്, അതല്ല കരംചന്ദ് ഗാന്ധി അതല്ലേ സ്പെല്ലിംഗ്. കരംചന്ദാണ്. ഗാന്ധിജി. മലയാളം ജീവചരിത്രം എടുത്തോ. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. തെറ്റാണ് ഗായ്സ്. അതിലെ മോഹനൻദാസ് കരംചന്ദ് ഗാന്ധി. മോഹൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഗായ്സ്. അത് എഴുതിയപ്പോ ഓക്കെ. മൻമോഹൻ സിംഗ് എത്ര പ്രാവശ്യം പ്രധാനമന്ത്രി ആയിട്ടുണ്ട്? 2. ഇത് രണ്ടെണ്ണല്ലേ? ഞാൻ പത്ര വായിക്കണ്ട, ഇവിടെ വായിക്കല്ല. ഞാൻ ജഗു ലഘു ഇമോച്ച ഇര. അപ്പൊ ഗൈസ് 10ൽ എത്ര കൊടുക്കണം ഗൈസ്? ഉത്തരവൊക്കെ ശരിയാണ് ഗൈസ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ശരിക്കും എനിക്ക് 10 ഉണ്ട്. ഗൈസ് നമ്മൾ ആദ്യമേ തുടങ്ങുമ്പോ പറഞ്ഞിട്ടുണ്ട് എല്ലാം ഇതിന് ബാധകമാണെന്ന്. കറക്റ്റ് ആയിട്ട് എഴുതണം എന്നുണ്ട്. മോഹനൻ എന്ന് പറയുമ്പോ വേറെ ആളായി മാറിയില്ലേ ഗൈസ്? നിങ്ങൾ തന്നെ പറയും. നിങ്ങൾ പറയും. ഗൈസ് എഴുതാൻ അറിയാത്തൊരു തെറ്റാണോ? അതെ, അത് വളരെ വലിയ തെറ്റാണ് ഗൈസ്. എത്ര കൊടുക്കണം നിങ്ങൾ പറയും? 10ൽ 8 കൊടുക്കണം. ഇങ്ങനെ ആക്കാനുള്ളത് ഒരു ചുരുട്ടില്ലാണ്ട് ക്യാൻസൽ ചെയ്താൽ അതിലേക്ക് 10ൽ 10 കിട്ടും. ഗൈസ് നിങ്ങൾ പറയും എന്താ കൊടുക്കേണ്ടത്? നിങ്ങൾ പറയൂ. ഫസ്റ്റ് അശ്വതിയെ വിടണോ അല്ലെങ്കിൽ അതുല്യെ വിടണോ? 10ൽ 8 കൊടുക്കണോ? 10ൽ 50 കൊടുക്കണോ? നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു. അശ്വതിയുടെ ഫാൻസ് എന്തായാലും അശ്വതിനെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഒരു
പഠിക്കുന്ന വിദ്യാർത്ഥി എന്ന നിലയിൽ Guys, ഓരോ കളിക്ക് അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. ചുരുക്ക് ഒരു ചെമ്മീച്ചുണ്ട പോലുള്ളൊരു സാധനം. ഓക്കെ, ചുരുക്ക് പോട്ടെ. ഈ ഗാന്ധിജീനെ നമ്മൾ മോഹനൻ ദാസ് എന്ന് പറയുന്നത് അത് അവിടുത്തെ തെറ്റല്ലേ? അവൾ എന്താ ചെയ്യണ്ടേ? പറയൂ ഗൈസ്. PS എനിക്ക് കിട്ടിയാല് ഞാൻ എഴുതുന്നതായതുകൊണ്ട് ഗൈസ് നിങ്ങൾ പറയുന്നു അതുപോലെ നമ്മൾ ഞാൻ കുറച്ച് ജയിക്കാൻ അറിയുന്ന കുട്ടിയാണ്. അതെ അതെ, അറിയില്ല. അപ്പൊ ഞങ്ങള് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ തീരുമാനിക്കുക ഇതിൽ ആര് ജയിക്കണം എന്നുള്ളത്. കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ കമന്റ് ബോക്സിൽ വരിക. അപ്പൊ ഞങ്ങളുടെ ഈ ചെറിയൊരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം വീണ്ടും കാണാം. എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ.